സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടാക് റൂമിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടാക് റൂമിൻ്റെ സെക്കൻഡ് ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 12:30 മണിയാണ് നമ്മൾ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതിപ്പോൾ 10:45 10:45 ഐഡിയ പാസ്സാണ്. 11 മണിക്ക് സ്റ്റാർട്ടും ആക്കിയിട്ടുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റൂം ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടേ ഉള്ളൂ. ഞാനൊന്ന് പോയിട്ട് ഗ്രൂപ്പ് എല്ലാവരുടെ ഐഡിയ പാസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം. ഒറ്റ സെക്കൻഡേ. ലൈവ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. എന്താണ് അവസ്ഥ? ഓക്കെ, എല്ലാ ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഷെയർ 10:55. നമുക്കറിയുന്ന റിസർവ് ഗ്രൂപ്പായിട്ട് ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നടക്കുന്നത് നോക്കി നോക്കാം. ഇപ്പോഴാണ് ബ്രോ 10:30 ആക്കിയിട്ടുണ്ടായിരുന്നു സ്ലോട്ട്. മറ്റേത് ലൈവിൻ്റെത് 10:30 ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 10:30 ആക്കിയ കാര്യം. എന്നാലും ഇന്ന് രാവിലെ എങ്ങാണ്ട് പറഞ്ഞത് തോന്നുന്നു 10:30 ആക്കിയ കാര്യം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ആക്കാൻ പോയി. നമ്മുടെ സ്ക്വാഡ് ഓൾറെഡി ടൂർണമെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതാണ് 18ഉം 22ഉം ബ്ലൈൻഡാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ. ആ ബ്രോ ഷീറ്റ് മോഡ് ഇപ്പോൾ ഓഫാക്കും. ഞാൻ ID പാസ്വേഡ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. 8 സെക്കൻഡ് പബ്ലിക്കാക്കി പബ്ലിക് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ആ ബ്രോ ഷീറ്റ് മോഡ് ഇപ്പോൾ ഓഫാക്കും. ഞാൻ ID പാസ്വേഡ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. 8 സെക്കൻഡ്. റൂമിൽ നിന്ന് കിക്കായെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരെ വാട്സാപ്പിൽ പോയിട്ട് കിക്കായി. അയ്യോ നമ്മുടെ ഷോപ്പ് റെക്കോർഡ് ചെയ്യുന്നില്ല. ആരോടാ പറയുന്നത്? ചീഫ്. അയ്യോ ടാക്കിൻ്റെ ID ഞാൻ മറന്നത്. 8 സെക്കൻഡ്. Get 0561 567. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ സ്ട്രീം. ഞാനിപ്പോൾ നീ ID പാസ്വേഡ് വെച്ച് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല തിരിച്ച് മെസ്സേജ് അയക്കാനുള്ളത്. സോ 47 പേര് ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി വന്നിരിക്കുന്ന ടീംസ് ഇതൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ടീം നമ്പർ 24 നമുക്ക് KWH 22 ബ്ലൈൻഡിൻ്റെ സ്ക്വാഡ് ഉണ്ട്.
ഇതെന്തായാലും മാറി കൊണ്ടിരിക്കുന്നത്. 19ൽ വീണ്ടും ബ്ലൈൻഡ് സ്കോഡ്, 20 KWൻ്റെ സ്കോഡുണ്ട്, 18 ബ്ലൈൻഡിൻ്റെ സ്കോഡുണ്ട്, 17 നിയോൻ്റെ സ്കോഡാണുള്ളത്, 16 KFൻ്റെ സ്ക്വാഡ്, 15 ഡിയുടെ സ്ക്വാഡ്, 12 വോൾട്ടിൻ്റെ ഒരു പ്ലെയർ ഉള്ളത്, 10 ടാക്കിൻ്റെ സ്ക്വാഡുണ്ട്, 9 മിസ്റ്ററിൻ്റെ സ്ക്വാഡാണുള്ളത്, MR സ്ക്വാഡാണുള്ളത്. ടീം 8 നമുക്ക് ബ്രൂട്ടലിൻ്റെ സ്ക്വാഡും, ടീം 7 സൈക്കിഡ് സോംബി, ടീം 5 നമുക്ക് സ്മോക്കിയുടെ സ്ക്വാഡാണുള്ളത്, ടീം 6 PSYൻ്റെ സ്ക്വാഡുണ്ട്, ടീം 4 നമുക്ക് LC സ്ക്വാഡുണ്ട്, ടീം 3 നമുക്കിപ്പോൾ AEയുടെ ഒരു മിക്സഡ് സ്ക്വാഡാണ് കാണുന്നത്, AE DFS ഗോഡ് ടീം ലിക്വിഡുള്ള സ്ക്വാഡാണ് കാണുന്നത്. ടീം 2 നമുക്ക് FFC DE KW സ്ട്രേഞ്ച് ഒക്കെ ഉള്ള സ്ക്വാഡാണുള്ളത്. ടീം 1 നമുക്ക് ടീം ലിക്വിഡിൻ്റെ സ്ക്വാഡാണുള്ളത്. അപ്പോൾ നമുക്കത്തോടെ 53 പ്ലേയേഴ്സ് ഉണ്ട്, 53 പ്ലേയേഴ്സ്, 54 പ്ലേയേഴ്സ്. 11-5 റൂം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ മാറ്റട്ടെ. സോ ഗൈസ്, അപ്പോൾ അരവിനേറ്ററിൻ്റെ സ്ട്രീം കൂടി ഉണ്ട്. അരവിനേറ്റർ സ്ട്രീം കൂടി പോയി ചെക്ക് ചെയ്യുക. അത് ഇംഗ്ലീഷാണ് സ്ട്രീം ഉള്ളത്, അതും കൂടി പോയി ചെക്ക് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാനും ചെറിയൊരു യൂട്യൂബർ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും മാക്സിമം സപ്പോർട്ട് തരിക. സൈക്കിളിൻ്റെ സ്കോഡ് 2 പേരും അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് ശരി, അത് കൊള്ളാലോ. ബ്ലൈൻഡിൻ്റെ സ്കോഡ് 22 ഒരാളും കൂടി വരാനുണ്ട്. 18 ബ്ലൈൻഡിൻ്റെ സ്കോഡ് ഓൾറെഡി സെറ്റായിരിക്കുന്നുണ്ട്. 24 KWH സെറ്റായിരിക്കുന്നുണ്ട്. നമുക്ക് അതേമാതിരി തന്നെ 21 നമുക്ക് കാണാം AEയുടെ സ്ക്വാഡ് ഒരാൾ മാത്രമേ, AE ന്യൂക്ക് മാത്രമേ ഉള്ളൂ. ടീം 19 നമുക്കിവിടെ KWൻ്റെ സ്ക്വാഡിൽ 3 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. 17 നിയോൻ്റെ 2 പ്ലേയേഴ്സാണുള്ളത്. 18 വീണ്ടും പറഞ്ഞ മാതിരി ബ്ലൈൻഡ് സ്ക്വാഡ് ഉണ്ട്. 16 KF, 15 DE ഉണ്ട്. 10 ഷോണിൻ്റെ ടാക്ക് സ്ക്വാഡ് ഉണ്ട്. ടാക്ക് സ്ക്വാഡിൻ്റെ ടാക്കിൻ്റെ റൂമാണിത്, ടാക്കിൻ്റെ കസ്റ്റംസ് ആണിത്. ഞാൻ പറഞ്ഞാൽ കുറേ ആൾക്ക് ശേഷം വന്നാൽ, എന്നാലും നമ്മൾ 12 ടൈം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് അത്രയ്ക്കൊന്നും ശരിയായി തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തെ വെക്കാവുന്ന രീതിയിൽ ആൾക്കാർക്ക് മാക്സിമം കയറാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നേരത്തെ വെക്കാൻ രീതിയിൽ ഇത് വെച്ചതാണ്. അപ്പോൾ ടൈം 10 തൊട്ടായിരിക്കും മുതൽ 10:45 ID പാസ്വേഡും 11 മണിക്ക് സ്റ്റാർട്ടും എന്ന നിലയ്ക്കായിരിക്കും റൂം ഉണ്ടാവുക. നിയോ റൗള് വന്നിട്ടുണ്ട്. അപ്പോൾ നിയോ റൗള് നിയോൻ്റെ സ്ലോട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ 56 പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 59 പേര് ടോട്ടൽ നമുക്കിപ്പോൾ നമ്മുടെ ലോബി കയറിയിട്ടുണ്ട്. എന്താവും സൈക്കിളിൻ്റെ സ്ക്വാഡ് ഓൾറെഡി സെറ്റ് ആയിരുന്നല്ലോ. ഇപ്പോൾ എങ്ങോട്ട് സൈക്കിളിൻ്റെ ആൾക്കാർ ഇറങ്ങിപ്പോയേ. LGൻ്റെ സ്ക്വാഡ് വന്നിട്ടുണ്ട്, LGൻ്റെ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. ബ്രൂട്ടലിൻ്റെ സ്ക്വാഡ് ഓൾറെഡി സെറ്റാണ്. സ്ലോട്ട് 8 മിസ്റ്ററിൻ്റെ സ്ക്വാഡിൽ ഒരാൾ ചാടി കളിച്ചോണ്ടൊക്കെ സ്റ്റോപ്പ് റെക്കോർഡിങ്. ഇത് എന്താണിത് ഗൈസ്? ലൈവ് ഓണാണോ എന്ന് നോക്കി അറിയണമെന്ന് പറയാമോ? ഞാൻ തന്നെ പോയി നോക്കണം. ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരാം. ലൈവ് ഓണാണ്, ലൈവ് ഓണാണ്, ലൈവ് ഓണാണ്. സോ ഗൈസ്, ലൈവ് അപ്പോൾ ഓണ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ലൈവ് സെറ്റായിട്ട് തന്നെ ഉണ്ട്. അതെന്തോ ഓൺ ജാക്കേണ്ട ഇറങ്ങണം. 67 പേര് അപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്ററിൻ്റെ സ്കോഡ് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഇവോല് നിയാസ് OP നമ്മുടെ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 67 പേരായിട്ടുണ്ട് റൂമിലോട്ട്. ഇനിയിപ്പോൾ ഏത് നിമിഷം റൂം തുടങ്ങുന്നതായിരിക്കും. മിക്കവാറും 11:05 വരെ വെയിറ്റ് ഉണ്ടാവില്ലേക്കുള്ളൂ. കാരണം പുതിയ റൂമാണ്, സ്വാഭാവികമായിട്ട് ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും. കുറച്ച് ആൾക്കാർ എണ്ണം കുറവായിരിക്കും. പക്ഷേ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ടാക്ക് റൂം പൊളിച്ചടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ 69 പേരായിട്ടുണ്ട്. അയ്യോ, ബ്ലൈൻഡിൻ്റെ ഒരു സ്കോഡും കൂടി വന്നിട്ടുണ്ടല്ലോ. ബ്ലൈൻഡിൻ്റെ ഒരു സ്കോഡും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡിന് മൊത്തം 3 സ്കോഡുണ്ട്. ബാക്കി 69 പേരോട് ടീം ജോയിൻ ചെയ്തിട്ടുണ്ട്.
സോറി ഇവിടെ റൂമിൽ ചേരേണ്ട 68 വരായിട്ടുണ്ട്. ടാക്ഷൻ ചീഫേ സ്റ്റാർട്ട് ചെയ്യുക സമയമായി കഴിഞ്ഞാൽ ആൾക്കാർ ബോറടിപ്പിക്കല്ലേ. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് എന്തായാലും പൊളി മാച്ച് ആയിരിക്കും. അതിലൊരു സംശയം വേണ്ട. കാരണം കട്ട ടീംസ് ഉണ്ട്. ബ്രൂട്ടൽ ഉണ്ട്, PSY ഉണ്ട്, സൈക്കിൾ ഉണ്ട്, സ്മോക്കി ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഹീറോസ്, LC ആണെന്നുള്ള ചിക്കനായിട്ട് കൊണ്ടുപോയത്. ഇന്ന് LCയുടെ സ്ക്വാഡിനെ കണ്ടിട്ടില്ല. LCയുടെ സ്ക്വാഡ് ഇതുവരെ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ബ്രൂട്ടലുണ്ട്, മിസ്റ്ററിൻ്റെ സ്ക്വാഡുണ്ട്, ടാക് സ്ക്വാഡുണ്ട്, ഇവോൻ്റെ പ്ലേയേഴ്സും ഉണ്ട്, D ഉണ്ട്, KF ഉണ്ട്, നിയോൻ്റെ സ്ക്വാഡുണ്ട്, ബ്ലൈൻഡ് ഉണ്ട്, KW ഉണ്ട്, ബ്ലൈൻഡിൻ്റെ പിന്നെ 2 സ്ക്വാഡുണ്ട്. AE സ്ക്വാഡിൽ നിന്ന് 2 പേരെ എത്തിയിട്ടുള്ളൂ. ഇറോസും ന്യൂക്കിയും മാത്രമേ എത്തിയിട്ടുള്ളൂ. KWH ഉണ്ട്. KWH ഒക്കെ പൊളിക്കളി പ്ലേയേഴ്സാണ്. നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ ചിക്കൻ ആരെ കൊണ്ടുപോകാന്നുള്ളത്. 67 പേരായിട്ടുണ്ട്. റൂം സ്റ്റാർട്ട് ചെയ്യൂ. അങ്ങനെ റൂം സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ 2ാം ദിവസം ടാക്ക് റൂം വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായി പോകും. കാരണം നമ്മൾ മുമ്പും ഈ ടാക്ക് റൂം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ടാക്ക് റൂം തുടങ്ങിയിട്ടുള്ള 2ാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2ാമത്തെ ദിവസമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ. എറാങ്കൽ മാപ്പാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ട എറാങ്കലാണ്. പക്ഷേ എറാങ്കലാണോ? അതെ, എറാങ്കൽ തന്നെയാണെന്ന് തോന്നുന്നു. എറാങ്കൽ മാപ്പാണ്. നമുക്ക് വീണ്ടും വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഒരു പ്രാവശ്യം വായിച്ചല്ലേ ടീം ലിസ്റ്റ്. 67 വേണം നമുക്ക് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. റാങ്ക് മാച്ച് ഡീസെൻറ്റ് ഇനഫ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഏത് PUBG കോമ്പറ്റീഷൻ ആയാലും 16 ടീംസ് ഉണ്ടാവുള്ളൂ വലിയ കോമ്പറ്റീഷനിൽ. 64 പേര്. കാരണം PUBG മാപ്പ്, റാങ്കൽ മാപ്പ് എന്ന് പറയുന്നേക്കുന്ന ബേസിക്കലി കോമ്പറ്റീറ്റീവ് സ്റ്റേജിൽ ഇത്ര പേർക്ക് അല്ലെങ്കിൽ 16 ടീംസിന് മാക്സിമം ലൂട്ട് കിട്ടുന്ന ഒരു ഈക്വലി ഫെയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ അത്രയും ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 67 പേരെന്ന് വെച്ചാൽ ഓക്കെയാണ്. പിന്നെ റൂമിൻ്റെ തുടക്കമാണ്. നമ്മൾ നാളെ തൊട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട്, ആൾക്കാർ കാണുന്നവരെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. നമുക്കറിയില്ല. അപ്പോൾ ആരുടെ ഫ്ലൈറ്റ് ആവും നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് നമ്മുടെ ബ്ലൈൻഡ് ജോക്കർ വൈറ്റിയുടെ ഫ്ലൈറ്റാണിത്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് ടീംസ് ഓരോന്ന് പോകുന്നത്. നോവ ഓൾറെഡി ഫ്ലൈറ്റ് 13, നോവ, പൊച്ചുക്കി, ജോർജ് പൂൾ. നിങ്ങൾക്ക് എവിടെ വേണോ പൊക്കോ മച്ചന്മാരെന്ന് പറഞ്ഞിട്ട് 3 സ്ഥലത്ത് കൂടി ഈക്വലായി കവർ ചെയ്തിട്ടുള്ള പക്ക പ്രോപ്പർ ഫ്ലൈറ്റ് പാത്താണ്. എസ്ന പോകുന്ന ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ബാക്കി മെയിൻ ഹോട്ട് ഡ്രോപ്സ് ഒക്കെ ടച്ച് ചെയ്തുകൊണ്ട് മിലിറ്ററി പോകുന്നത് മിലിറ്ററി, നോവ പോകുന്നത് നോവ, പൊച്ചുക്കി, ജോർജ് പൂൾ എല്ലാ ഏരിയാസും പക്ക ഈക്വലി കവർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലൈറ്റ് പാത്ത് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്ക്വാഡ് എവിടേക്കൊക്കെ പോകുന്നു നമുക്ക് നോക്കാം. KWHൻ്റെ സ്ക്വാഡ് ആസ് യൂഷ്വൽ മിലിറ്ററി വൈസ് തന്നെയാണ് പോകുന്നത്. ഇവിടെ AEയുടെ സ്ക്വാഡ് മിൽട്ട പോകുന്നുണ്ട്. വൈപ്പറിൻ്റെ സ്ക്വാഡ് നമ്മൾ അങ്ങോട്ട് മിൽട്ട പവറിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. സൈക്കിളിൻ്റെ സ്ക്വാഡാണുള്ളത്. സൈക്കിളിൻ്റെ 2 പേര്. ഇവിടെ ഫുൾ സ്ക്വാഡ്, ഒറ്റ സ്ക്വാഡും ഫുൾ സ്ക്വാഡില്ല. 2 പേര് 2v1 ആണ്. വോൾട്ട് റക്ക ഇവിടെ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. നല്ല സൈക്കിൾ ഡ്യൂഡോപ്പി വോൾട്ട് റക്കേനെ കണ്ടിട്ടുണ്ട്. വോൾട്ട് റക്കനെ അടിക്കാൻ പോകുന്നു. വോൾട്ട് റക്കയുടെ ഗണ്ണ് കിട്ടിയിട്ടില്ല. സ്ലോട്ട് 5 സ്പെക്ക്. ഒറ്റ മിനിറ്റ് പോലും വോൾട്ട് റക്കയുടെ കാര്യത്തിൽ എന്താ തീരുമാനമാകുന്നു? ഒറ്റ സെക്കൻഡ് നോക്കണം. ഞാൻ അപ്പം സ്പെക്ക് ചെയ്യാം കേട്ടോ. വോൾട്ട് റക്ക അവിടെ നിന്ന് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. വോൾട്ട് റക്കയിൽ ഗണ്ണിൽ എന്നുള്ള കാര്യം ഷുവറാണ്. വോൾട്ട് റക്കയുടെ M16 കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് നോക്കിയേക്കാം. സൈക്കിളിൻ്റെ 2 പ്ലേയേഴ്സ് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വോൾട്ട് റക്ക ക്ലച്ച് ചെയ്യുമ്പോൾ വോൾട്ടറൊക്കെ ക്ലച്ച് ചെയ്തിരിക്കുന്നത്. വോൾട്ടറൊക്കെ സൈക്കിളിൻ്റെ 2 പ്ലേയേഴ്സിനെ 1v2 അടിച്ചിരിക്കുന്നത്. വോൾട്ടറൊക്കെ പൊളിക്കളി. M16 ആൾക്ക് ലാസ്റ്റ് നിമിഷം കണ്ടിന്യൂ നേടിയതാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പെക്ക് 5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ മച്ചാനെ, പതുക്കെ മതി. ഓക്കെ ബ്രോ. 5ൻ്റെ സ്ക്വാഡ് നമ്മുടെ വൈപ്പർ, സ്മോക്കി സ്ക്വാഡാണ്. അവരിപ്പോൾ സേഫാണ് ബ്രോ. ഇവിടെ അടുത്ത് ആരുമില്ല. മിൽട്ട പവറിലാണ് അവർ നിൽക്കുന്നത്. അവരിവിടെ സേഫാണ്. ഇനി നമുക്ക് പൊച്ചിങ്കിയിലോട്ട് എന്താ ഇവിടെ ജോർജ് പൂൾ കണ്ടെയ്നേഴ്സിൻ്റെ അവിടെ അടി കാണുന്നുണ്ട്. LGൻ്റെ അവിടെ ലിക്വിഡ് എക്സോ, EZOയും LGനും ഉള്ള തോറുമുള്ള സ്ലോട്ട് നമ്പർ ടീം നമ്പർ 3യും ടീം നമ്പർ 2 എന്ന് പറയുമ്പോൾ Dയുടെ ഒരു പ്ലെയറും FS ആരൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പം മാറ്റിക്കോ, പതുക്കെ മതി ബ്രോ. അപ്പം മാറ്റിക്കോ. ഓക്കെ, സേഫാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അവർ സേഫാണ് ബ്രോ. അവർക്കൊന്നും ടെൻഷനില്ല. ഇനി ഇവിടെ നമുക്ക് നോക്കുന്നത് ബ്ലൈൻഡ്, ബാബ, കലിസ്റ്റോ, മുസ്സുള്ള ബ്ലൈൻഡിൻ്റെ സ്ക്വാഡും Z3 നിഞ്ച, DE, ക്വിൻ, FF5 റാംബോ ഉള്ള സ്ലോട്ട് നമ്പർ 2ലെ സ്ക്വാഡും തോറും ലിക്വിഡ് ESOയും LGN VSOPയും ഉള്ള VSQOP അല്ലല്ലോ, അല്ല VSOP തന്നെയാണ്. VSOP ഉള്ള സ്ക്വാഡ് നമ്പർ 3 ആണിത്. അപ്പോൾ ഇതും ഒരു 3v3 ആണല്ലോ. നൈസ്. മുസ്സ ഇത് കൂടെ കവർ ചെയ്ത് തരുന്നത്. നമുക്ക് മുസ്സിൻ്റെ ആംഗിൾ നോക്കി നോക്കാം.
മുസിൻ്റെ ഷോട്ട് ഗണ്ണാണ്. മുസിന് M16 എടുത്ത്, പക്ഷേ ബുള്ളറ്റ് ബാബ കൊണ്ടുപോയി. ബാബ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബുള്ളറ്റ് അതെടുത്ത് മുസ് സെറ്റായിട്ടുണ്ട്. മുസിൻ്റെ ഒരു 6Xും M16 ആണുള്ളത്. സെക്കൻഡറി ഗണ്ണും സെക്കൻഡറി ഗണ്ണ് M16 തന്നെയാണ്. ഓക്കെ, അവിടെ കണ്ടിട്ടുണ്ട്. സിംഗിൾ ടാപ്പ് ഇട്ട് അടിച്ച കുറച്ചുകൂടി. ഓക്കെ നോക്കാക്കിയിട്ടുണ്ട്. മുസ് അവിടെ ടീം ലിക്വിഡ് ESOനെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഓൾറെഡി 2 പേര് ആ ടീമിന് ബാക്കിയുള്ളൂ. എന്താണെന്ന് നമുക്ക് നോക്കാം. മുസ് ഇവിടെ പുഷ് ചെയ്യുകയാണ്. മുസ് ഇവിടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് അവരുടെ പെർസ്പെക്റ്റീവൊന്നും പോയി നോക്കാം. നോക്കായി എടുക്കുന്നതാണ്. തോറ് അവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ LJN VSOP അവിടെ പൊക്കുന്നുണ്ട്. പോച്ചിങ്കിയിൽ നല്ല ആൾക്കാരുണ്ടല്ലോ, പക്ഷേ പോച്ചിങ്കിയിൽ അടിയൊന്നും ഇതുവരെ കണ്ടില്ല. എന്ത് പറ്റിയാവും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ മുസ് അവിടെ നിന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബാക്കിൽ നൈസായിട്ട് ടീം നമ്പർ 2 മെല്ലെ കയറി വരുന്നുണ്ട്. ബ്രൂട്ടൽ ഡാഡി ബ്ലൈൻഡ്സ് യൂസ് നോക്കുന്നത്. ബ്രൂട്ടൽ ഡാഡി ബ്ലൈൻഡ്സ്. ഓക്കെ, ജോക്കർ ആയിട്ട് അവിടെ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്യൂസിനവിടെ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അപ്പെക്സും റോജേഴ്സും മാത്രമേ ഉള്ളൂ. അപ്പെക്സിൻ്റെ ആംഗിൾ പോയി നോക്കാം. ഓക്കെ, അവിടെ അപ്പെക്സ് നോക്കായിട്ടുണ്ട്. ഇനി ബ്രൂട്ടലിന് എത്ര പേരുള്ളത്? ബ്രൂട്ടലിന് 2 പേര് ബാക്കിയുണ്ട്. ബ്രൂട്ടൽ ഏറിക്സും ഉണ്ട്, അതേമാതിരി ബ്രൂട്ടൽ ഡാഡിയും ഉണ്ട്. അപ്പെക്സിന് അവിടെ ഡാഡി ഫിനിഷ് ചെയ്ത് കളയുന്നുണ്ട്. സോറി, ഏറിക്സാണ് ഫിനിഷ് ചെയ്ത് കളഞ്ഞത്. മുസ് LGNനെ വീണ്ടും കയറി അടിച്ചിട്ടുണ്ട്. മുസിൻ്റെ ബേസ് പറ്റി നമുക്ക് നോക്കിക്കാം. മുസ് അവിടെ കയറി LGN VSOPനെ കയറി അടിച്ചിട്ടുണ്ട്. സ്കാർ ഇറോസ് PSY ആയിട്ടൊരു ഫൈറ്റ് വന്നിട്ടുണ്ട്. അതെവിടെ നടക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. സ്കാർ ഇറോസ് PSY ഒപ്റ്റിമസിനെ ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. വോസ് ബ്ലൈൻഡ് മിസ്റ്റർ ബി ആയിട്ട് ഫൈറ്റ് വന്നിട്ട് നമുക്ക് ന്യൂക്ക് അതിൻ്റെ നോക്കൗട്ട് ആയിട്ടുണ്ട്. ഈച്ചോ അത് ഗ്ലിച്ച് ആവുമെന്നല്ലോ. സ്കാർ ഇറോസ് ഒരു മോൾ എടുത്ത് കയറിയിട്ടുണ്ട്. ആക്ച്വലി പ്ലെയർ ആട്ടോ സ്കാർ ഇറോസ്. അവിടെ എയിൽ കയറിയിട്ടുണ്ട്. അപ്പം ന്യൂക്ക ഇവിടെ നിന്ന് ഇറോസ് അവിടെ നിന്ന് കവർ ഫയർ ചെയ്യുന്നത്. LGN ഓമിന് കവർ ഫയർ ചെയ്യുന്നുണ്ട്. PSY എൻ്റെ മോൻ എന്തുവാണ് ഈ പേര്? ഓക്കെ, സ്കാർ ടീമിനെ അവിടെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിനെ വൈപ്പ് ചെയ്യുന്നത് PSY LGN ഡോമുള്ള സ്ക്വാഡാണ്. അപ്പോൾ നമുക്കിനിപ്പോൾ തിരിച്ചൊരു ഫൈറ്റ് വരുന്നത് ഇവിടെയാണ്. ഞാൻ റിക്കോൾ റിബൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സൈക്കോ അവിടെ നോക്കാണ് ഓൾറെഡി. ബ്ലൈൻഡിൻ്റെ അടുത്ത് എത്ര സ്ക്വാഡുണ്ട്? ബ്ലൈൻഡിൻ്റെ അകത്ത് 3 സ്ക്വാഡ് എങ്ങാണ്ടുണ്ട്. സ്ക്വാഡ് നമ്പർ 9 ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരിതിൻ്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്. എക്സ്പെയിൻ അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു 3v4v4 സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. അതെ, 3v4v4 സിറ്റുവേഷൻ ആണ്. ബ്ലൈൻഡിൽ 3 പ്ലേയേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പുറത്ത് GN റീകോയിൽ DFS ഹോക്ക് എറോസ് അസ്രേൽ സാധാരണ നിൽക്കുന്നുണ്ടോ? നിൽക്കില്ല. ഓക്കെ, അവിടെ DFS ഹോക്കിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഇവോസ് അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. വോൾട്ട് റക്കൻ അവിടെ നിയാസോപ്പി അവിടെ ഫിനിഷ് കളഞ്ഞിട്ടുണ്ട് നോവയിൽ. അപ്പോൾ പിന്നെ അവിടെ ഇനിയിപ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല. അവിടുത്തെ നിയാസിൻ്റെ ടീം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊക്കോളും. റീകോയിൽ നോക്കാക്കിയിട്ട് റീകോയിലിന് ഇവോസ് പിന്നെ നോക്കണം. അപ്പോൾ 2 പേര് ഓൾറെഡി വീണ് എടുക്കുകയാണ്. ഇനി ഒരു കട്ട ശോക അവസ്ഥയാണ്. സൈക്കോ അവിടെ കയറി പോയിട്ടുണ്ട്. സൈക്കോ ഫ്രണ്ടിൽ കയറി പോയി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ വരുന്നത്. അപ്പോൾ അപ്പുറത്ത് ഇനി LCയിലെ ഹെർക്കുലീസും ഇറോസ് അസ്രയിലും മാത്രമേ ബാക്കിയുള്ളൂ. ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എക്സ്പെയിൻ അവിടെ മിസ്റ്റർ പാർക്കറിനെ 2 സൈഡോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പാർക്കറിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ പാർക്കർ നോക്കായി കിടക്കുകയാണ്. മിസ്റ്റർ പാർക്കറെ പൊക്കാൻ പറ്റുമോ? അവിടെ വീണ്ടും LGN VSOPനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നോക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. LC ഹെർക്കുലീസും സൈക്കോ അടിച്ചിട്ടുണ്ട്. ഇനി ആകെ ഒരൊറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ സ്ക്വാഡിനെ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ബ്ലൈൻഡ് അവിടെ ആ സ്ക്വാഡിനെ ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. തോർ അവിടെ കലിസ്റ്റോനെ നോക്കിയത്. കലിസ്റ്റോനെ തിരിച്ച് നോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്? എന്ത് ചെയ്യുന്നത്? ഓക്കെ, 2 പ്ലേയേഴ്സ് ഇവിടെ എടുക്കാന്ന് കട്ട ശോക അവസ്ഥയാണ് ഇവിടെ ടീം ലിക്വിഡിനുള്ളത്. ഓക്കെ, ലിക്വിഡ് ESO അവിടെ അങ്ങ് സ്ക്വാഡ് ഹൗസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ആരുമില്ല. കലിസ്റ്റോൻ നൈസായിട്ട് പൊക്കി പോയ പ്രാവശ്യം അവിടെ അപ്പുറത്ത് ബാക്കിൽ അവിടെ സ്ക്വാഡ് നമ്പർ 2 ഉണ്ട്. അതൊരു ചെറിയ സീനായിരിക്കും ഇവർക്ക്. പക്ഷെ എന്നാലും ഇവിടെ ഇവർ ആരും പൊക്കാൻ വരുന്നതായിരിക്കില്ല. കാരണം ESO എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം. ESO ഒരു വണ്ടി വന്നെടുക്കുന്നുണ്ട്. പൊക്കാനുള്ള പണിയാണോ അതോ വിട്ടു പോകാനുള്ള പരിപാടിയാണോ? ആൾ വിട്ടു പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾ ഇവിടെ നിന്ന് ഇപ്പോൾ എന്നിട്ട് കാര്യമില്ല. എൻ്റെ 2 പ്ലേയേഴ്സ് ടീമിൽ 2 പ്ലേയേഴ്സ് എന്തായാലും തീർന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വിട്ടു പോകാനുള്ള പരിപാടിയാണ് ആൾ ചെയ്യുന്നത്. അല്ല, ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സ്ക്വാഡ് ഓൾറെഡി ഉണ്ട്. പിന്നെയും ഒരു സ്ക്വാഡും കൂടി ഉണ്ട്. കാരണം ഒരു ജമ്പ് ചെയ്യുമ്പോൾ കണ്ടതായിരിക്കും 2 സ്ക്വാഡുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഇവിടെയാണ് ഫൈറ്റ് വരാൻ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഒരു ഫൈറ്റ് വരാനുള്ള സാധ്യതയാണ്. കാരണം ബ്ലൈൻഡ് വേഴ്സസ് മിസ്റ്റർ സ്ക്വാഡ് ഒരു ഫൈറ്റ് വരാൻ സാധ്യതയുണ്ട്.
യോസ് ഇവിടെ 3 സ്റ്റോറി സെറ്റായി നിൽക്കുന്നുണ്ട്. മിസ്റ്ററിൻ്റെ ഒരാളിവിടെ 3 വെയർഹൗസസ്. ഓക്കെ, FFI റാമ്പോടെ കലിസ്റ്റോനെ കയറി അടിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു സെക്കൻഡ് നോക്കി ഇവിടെ ഫൈറ്റ് എന്താവുന്ന ഇവർ. ഓക്കെ, നിയോൻ്റെ സ്ക്വാഡ്, ഊപ്സ്, റൗള്, ചീഫുള്ള നിയോൻ്റെ സ്ക്വാഡ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊച്ചിങ്കിൽ പിന്നെ 3 സ്ക്വാഡായിട്ടുണ്ട്. എക്സ്പെയിനും ഇവോസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നിയോൻ്റെ സ്ക്വാഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിയോൻ്റെ സ്ക്വാഡിൻ്റെ അടുത്ത് ധാരാളം സൈക്കോ ആണ് അതിൻ്റെ അടുത്തുള്ളത്. സൈക്കോ, ഊപ്സ്, എന്താവും അവസ്ഥ? സൈക്കോൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കി നോക്കാം. സൈക്കോ നേടിയെടുത്തിട്ടുണ്ട്. സൈക്കോ നേടിയെടുത്തു. സൈക്കോ നേടിയെറിഞ്ഞു. സൈക്കോ ചീഫിനെ നോക്കൗട്ടാക്കി. സൈക്കോ ചീഫിനെ നോക്കൗട്ടാക്കിയിട്ടുണ്ട്. ഊപ്സ് അവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ട്. സൈക്കോ അവിടെ നോക്കൗട്ടായി. സൈക്കോ കവർ ഫോർ ഇട്ടു. സൈക്കോ ഇവിടേക്ക് പോയാൽ ബാക്കിൽ നിന്ന് മിസ്റ്റർ സ്കോഡ് കയറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൈക്കോനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഊപ്സ് നോക്കുന്നത്. സൈക്കോനെ അവിടെ ഫിനിഷ് ചെയ്ത് കളഞ്ഞു. മിസ്റ്റർ സ്കോഡ് നല്ല കയറി വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലൈൻഡ് കുറച്ച് നേരം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ആവുക. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും. എന്തായാലും ഊപ്സിൻ്റെ ഹെൽത്ത് നല്ലപോലെ പോയിട്ടുണ്ട്. ഊപ്സിന് നല്ലപോലെ അടിയിട്ടിട്ടുണ്ട്. ചീഫ് ഓക്കെ, മിസ്റ്റർ സ്കോഡ് അവിടെ എന്താ ചെയ്യുന്നത് നോക്കി. മിസ്റ്റർ ജാസ് അവിടേക്ക് മെല്ലെ കയറി വരുന്നുണ്ട്. നിയോ വേഴ്സസ് മിസ്റ്റർ സ്കോഡ് ഫൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മിക്കവാറും നിയോൻ്റെ പെർസ്പെക്റ്റീവ് നമുക്കൊന്ന് പോയി നോക്കാം. ചീഫ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ചീഫ് ഇവിടെ നിൽക്കുന്നുണ്ട്. റൗള്, ഊപ്സ് അവിടെ ഹെൽത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. റൗൾ ഇവിടെ നിൽക്കുന്നുണ്ട്. റൗൾ ഇവിടെ കറക്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ റൗളിന് ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യത ഉണ്ട്. എങ്ങാനും സൈക്കോ സോളിലുണ്ടായിരുന്നല്ലേ. സൈക്കോ ഇപ്പോഴും സോളുണ്ട് ബ്രോ. എന്താണെന്ന് വെച്ചാൽ സ്കോളിലെ ഒഫീഷ്യൽ മെമ്പർ തന്നെയാണ്. PMCOക്ക് വേണ്ടിയിട്ട് ടീം മാറിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഷോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്തു. ആ നേട് ജസ്റ്റ് മിസ്സായി. അത് മിസ്റ്റേക്ക് കൊണ്ട് തട്ടി വന്ന നേടാണെങ്കിലും പെർഫെക്റ്റ് നേടായിരുന്നു അത്. റൗള് ജസ്റ്റിനാണ് മിസ്സായത്. അവിടെ നിന്ന് നോക്കൗട്ട് ആവേണ്ടതായിരുന്നു. ഒരു 3v4 സിറ്റുവേഷനാണ് ഇവിടെ. എന്താണ് ഇവിടെ ഉണ്ടാവുക നമുക്ക് നോക്കി നോക്കാം. ജാസിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് ജാസ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ജാസ് ഒരു TV എടുത്ത് നിൽക്കുകയാണ്. ഒരാൾ പുറത്തേക്ക് വന്ന് അപ്പം തലടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞാൽ ജാസ് ഒരു TV എടുത്ത് നിൽക്കുന്നുണ്ട്. അതിൽ KWH അവിടെ വെറുതെ ചുമ്മാ അടിച്ച് കളിക്കാൻ തോന്നുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മിലിറ്ററി ബേസ് അവർ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അതിനാലും ഇവിടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഇവിടെ എന്താ ഫൈറ്റ് എന്ന് നമുക്ക് അവസ്ഥ നോക്കി നോക്കാം. ഓക്കെ, ഏതോ ഒരു ടീം കാർ എടുത്ത് പോകുന്നുണ്ട്. അല്ല, കാലിസ്റ്റോ തന്നെയാണ് കാർ എടുത്ത് പോകുന്നത്. അപ്പോൾ FFI റാംബോനിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. FFI റാംബോ അവിടെ മരത്തിൻ്റെ പോലെ നിൽക്കുകയാണ്. ബ്ലൈൻഡ് ഈസ് ദർ. യെസ്, ബ്ലൈൻഡ് ഉണ്ട് ബ്രോ. ബ്ലൈൻഡിൻ്റെ 2 സ്ക്വാഡാണ് ഇപ്പോൾ അലൈവായിട്ടിരിക്കുന്നത്. ഒരു സ്ക്വാഡ് ഓടി തീർന്നു. തോന്നുന്നു. അതെ, ഒരു സ്ക്വാഡ് ഓടി തീർന്നു തോന്നുന്നു. ഇനിയിപ്പോൾ ഫൈറ്റ് വരാൻ സാധ്യതയുള്ളത്. ഇവിടെ വീണ്ടും അടി വന്നിട്ടുണ്ട്. ഇവിടെ അടിക്കുന്ന പക്ഷേ ബ്ലൈൻഡ് ടീമല്ല ഇവിടെ അടിക്കുന്നത്. മിസ്റ്ററിൻ്റെ ടീമും നിയോ ടീമായിട്ട് അടിക്കുക. അപ്പോൾ ഓൾറെപ്പോൾ ബ്രൂട്ടലിൻ്റെ ടീമോടെ എത്തിയിട്ടുണ്ടല്ലോ. ബ്രൂട്ടലിൻ്റെ ടീമോടെ അടുത്തോടെ എത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, എന്താ അവസ്ഥ എന്നുള്ളത്. ബ്രൂട്ടലിൻ്റെ ടീമോടെ കാറെടുത്ത് നൈസായിട്ട് കാറെടുത്ത് ബാക്കിൽ വന്നിട്ടുണ്ട്. നിൽക്കില്ല ബ്രോ, നിൽക്കില്ല. അപ്പോൾ ഇവിടെ ബ്ലൈൻഡ് ടീമിന് കട്ട ശോക അവസ്ഥയാണ്. കാരണം ബ്രൂട്ടലിൻ്റെ സ്ക്വാഡ് അവരെ കംപ്ലീറ്റ്ലി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എക്സ്പയർ നോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രൂട്ടലിൻ്റെ സ്ക്വാഡ് കയറി അടിക്കാനുള്ള സാധ്യത തോന്നുന്നു. അതെ, അവർ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബ്ലൈൻഡ് അവിടെ വൈപ്പാവും. ബ്ലൈൻഡ് അവിടെ വൈപ്പായിരിക്കുകയാണ് ഗൈസ്. അതോടെ ബ്ലൈൻഡ് അവിടെ വൈപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഉള്ളത് മിസ്റ്ററിൻ്റെ സ്ക്വാഡ് ഇവിടെ കയറി പുഷ് ചെയ്യുന്നുണ്ട്. മിസ്റ്ററിൻ്റെ സ്ക്വാഡ് കയറി പുഷ് ചെയ്യുമ്പോൾ കട്ടയ്ക്ക് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയോൻ്റെ സ്ക്വാഡ് അവിടെ കട്ടയ്ക്ക് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചീഫിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പോയി നോക്കാം എന്താ ചീഫ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ചീഫ് ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു നേട് വന്നവർക്ക് നല്ല പണി കിട്ടും. പക്ഷേ ചീഫ് ഇവിടെ കട്ടയ്ക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പൊഷൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, മിസ്റ്റർ ജാസിനാണെങ്കിൽ ബ്രൂട്ടൽ ഡാഡി ബാക്കിൽ നിന്ന് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കട്ട ശോകാവസ്ഥയാണ് മിസ്റ്റർ ടീമിന്. കാരണം ബാക്കിൽ നിന്ന് അവരെങ്ങാനും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അടി കിട്ടുന്ന മിസ്റ്റർ ടീമിനായിരിക്കും ആദ്യം അടി കിട്ടുന്നുണ്ടാവുക. നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ബ്രൂട്ടൽ ഡ്രാക്സോപ്പി അവിടെ നിന്നൊരു നേട് നോക്കട്ടെ. ബ്രൂട്ടൽ ഡ്രാക്സോപ്പി ഒരു നേടെടുത്തു. ബ്രൂട്ടൽ ഡ്രാക്സോപ്പിക്ക് ബാക്കിൽ നിന്ന് അടി കൊണ്ടു. ആ നേട് ബാക്കിൽ നിന്ന് ബ്രൂട്ടൽ ഡ്രാക്സോപ്പി 1 HP. ബ്രൂട്ടൽ ഡാഡിക്ക് അതിനായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ മിസ്റ്റർ ജാസിന് ഇതുവരെ പൊക്കിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി അപ്പോൾ 3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ മിസ്റ്റർ ടീമിന്.
ബ്രൂട്ടൽ ഏരിയ സൈഡ് ബ്രൂട്ടൽ ജാസിനെ തീർത്തിട്ടുണ്ട്. നിയോ സ്ലെയർ വെൽക്കം ടു സ്ട്രീം ബ്രോ. ഓക്കെ 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 മിസ്റ്റർ ടീമിനെ ബ്രൂട്ടൽ ടീം കയറി അടിച്ച് വായിക്കണമെങ്കിൽ അവർ നിയോ സ്ക്വാഡ് ഇറങ്ങി വന്നിട്ട് നിയോ റൗൾ വീണെടുക്കുകയാണ്. ഇനി ചീഫ് മാത്രമേ ഉള്ളൂ. ചീഫ് അവിടെ എന്താ ചെയ്യുന്നതെന്നല്ല. ഓക്കെ ബ്രൂട്ടൽ ടീമിനെ അപ്പം നിയോ ടീം അവിടെ ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. റൗൾ അപ്പം എന്താ റിവൈവ് കിട്ടും. അപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് തെരപ്പിട്ടടിക്കാൻ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പക്ഷേ ആ സിറ്റുവേഷൻ നൈസായിട്ട് നിയോ ടീം അവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് പിടിച്ച് അവരവിടെ നിന്ന് സിമ്പിളായി കയറി പോകുന്നുണ്ട്. ലിക്വിഡ് ഒന്ന് സ്പെക്ക്. ഓക്കെ ബ്രോ സോറി ബ്രോ ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത് അതാണ് കാണാൻ പറ്റുന്നത്. ലിക്വിഡ് ഇവിടെ നേട് വന്നോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നേട് വന്നു. ഓക്കെ ആ വണ്ടി പൊട്ടിച്ച് സ്വന്തം ടീമിനെ കൊന്നിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല ഒരു കോള് മിസ്സായി പോയതായിരിക്കും. ആൾ വണ്ടി അടിച്ച് പൊട്ടിച്ച് കവടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ചെറു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചീഫ് എന്നാ സുമ്മാവ പിന്നല്ല ചീഫ് എന്നാ സുമ്മാവ. അപ്പോൾ ഇവിടെ ലിക്വിഡ് ടീമിന് ഇനി 3 പ്ലേയേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. അപ്പുറത്ത് ഡി ടീമിനും 3 പ്ലേയേഴ്സാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. അപ്പോൾ ലിക്വിഡ് MSS ഇവിടെ ഒരു M4 സ്പ്രേ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ലിക്വിഡ് ഇവിടെ നിന്ന് ബാക്ക് വരാനൊരു പരിപാടിയാണ്. നിയോ ചീഫ് അതിനൊരു പിന്നെ അടിച്ചിട്ടുണ്ട്. ഊപ്സും നിയോ ടീം അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നിയോ ടീം അവിടെ വീണ്ടും ഒരു KF ഒരു പ്ലെയർ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. KF പ്രൊഡേറ്റർ അങ്ങനെ സോണിൽ നോക്കൗട്ട് ആയിട്ടുണ്ട്. KF പ്രൊഡേറ്റർ അപ്പോൾ എവിടെയായിരുന്നു? പ്രൊഡേറ്റർ ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പൊക്കുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇവിടെ 12 ടീമാണ് അലൈവ് ഉള്ളത്. അതിൽ 34 പ്ലേയേഴ്സ് അലൈവായിട്ടുണ്ട്. KWH സ്ക്വാഡും എല്ലാം മിലിറ്ററി ബേസിൽ കയറി വന്നിരിക്കുന്നത്. ലിക്വിഡിൻ്റെ ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നത്. യെസോ അത് വേറെ സ്ക്വാഡാണ്. സ്ലോട്ട് നമ്പർ 3 ആണ്. ബ്ലൈൻഡിൻ്റെ സ്ക്വാഡും എല്ലാം സ്റ്റോണിലോട്ട് കയറി വന്നിട്ട്. പക്ഷേ റോഷോക്ക് സൈഡിൽ അവർക്ക് 2 ടീമിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥ പൊച്ചിങ്കി തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ 4 സ്ക്വാഡുണ്ട്. നിയോൻ്റെ സ്ക്വാഡ്, KFൻ്റെ സ്ക്വാഡ്, ഡി ഉണ്ട്, ലിക്വിഡിൻ്റെ സ്ക്വാഡുണ്ട്. ലിക്വിഡിൻ്റെ സ്ക്വാഡ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ. ലിക്വിഡിൻ്റെ സ്ക്വാഡ് ബാക്ക് വരികയാണോ അതോ അവിടെ തന്നെ തിരിച്ചു വന്നു? ഇല്ല അതിൽ തിരിച്ചു വന്നിട്ട് അവർ ഫൈറ്റ് എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യമാണ്. ഫൈറ്റ് എടുക്കാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോറി സ്പെക്ക് 5-ന് ഫൈറ്റ് ഉണ്ടോ? 5-ന് ഫൈറ്റ് ഇല്ല ബ്രോ. അവർ ആ സൈഡ് ഫുൾ അവരങ്ങ് ലൂട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് അവിടെ ഒരു കുഴപ്പമില്ല. സ്ലോട്ട് 5 ടീം 5 അവിടെ പൊളിക്കുകയാണ്. അവർക്ക് അവിടെ ഒരു കുഴപ്പമില്ല. അവരവിടെ മിലിറ്ററിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മിലിറ്ററി എന്നുള്ള ഉണ്ടായിരുന്ന ഓൾറെഡി ഒരു ടീം അവിടെ നിന്ന് പോകുന്നുണ്ട്. ടാക് ടീം അങ്ങനെ മെല്ലെ അത് മൂവ് ചെയ്യുന്നത്. നമുക്ക് ടാക് ടീം നോക്കി നോക്കാം. ടാക്കിനോട് ഇതുവരെ ഫൈറ്റ് ഒന്നും വന്നിട്ടില്ല. നോക്കട്ടെ ബ്രോ. എയർഡ്രോപ്പിൻ്റെ അടുത്ത് ടാക്ക് നൈസായിട്ട് എയർഡ്രോപ്പ് എടുക്കാനുള്ള പോക്കാണോ? അല്ല ടാക്ക് ഇതുവരെ ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ടാക്ക് നമുക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റായിരുന്നു. ടാക്ക് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കി നോക്കാം. ടാക്കിൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ എല്ലാവരും നാളത്തോട് സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യിക്കാൻ ടാക്കിൻ്റെ കസ്റ്റമർ റൂം ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ലിക്വിഡ് MSF ഡിയുടെ ആളെ തിരിച്ചടിച്ചിട്ടുണ്ട്. ലിക്വിഡ് എവിടെയായിരുന്നു? പൊച്ചിങ്കിയിലായിരുന്നു. റൗളിനെ പൊക്കി നമുക്ക് വേഗം മാറ്റാം. ലിക്വിഡ് MSS അവിടെ ഡിയിൽ ഒരാളെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു നേട് കുറച്ച് ഓവർ കുക്ക്ഡായി പോയി. ഓക്കെ MSSൻ്റെ സ്പ്രേ ഒന്ന് ജസ്റ്റ് മിസ്സായി. പക്ഷേ അതിന് കവർ ഫയർ വന്നോ നമുക്ക് നോക്കി നോക്കാം. ഡിയുടെ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. ഡിയുടെ വീടാളെ പൊക്കിയിട്ടുണ്ട്. ലിക്വിഡ് MSS കവറോട്ട് പോയിട്ടുണ്ട്. പക്ഷേ തിരിച്ച് റിവൈവ് ചെയ്യാൻ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം സ്പ്രേ വരുന്നുണ്ട്. ഓ ജസ്റ്റ് ലിക്വിഡ് പ്ലെയർ ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ എന്തായാലും ചിലപ്പോൾ പുഷ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ കവർ ചെയ്യാൻ ഇല്ല പുഷ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ അവർ ലിക്വിഡിൻ്റെ തേർഡ് പ്ലെയർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ പുഷ് സമ്മതിക്കത്തില്ല. പക്ഷേ എത്ര നേരം ആൾക്കൂടെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം. അവിടെ നിൽക്കുന്നത് ആളെ കയറടിക്കാനാണ്. ഡി ക്രൂട്ട് അവിടെ ആളെ കയറടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിയോ ടീം എല്ലാ ബാക്ക് വരുന്നുണ്ട്. കാരണം സോൺ വരുന്നുണ്ട്. അവർക്ക് വണ്ടി എടുത്ത് പോയേ പറ്റുള്ളൂ. ഡി ടീമിന് കട്ട ശോക അവസ്ഥയാണ്. കാരണം 2 വണ്ടിയും നിൽക്കുന്നത് ലിക്വിഡ് PBയുടെ സൈഡിലാണ്. ലിക്വിഡ് PBനെ അടിച്ചേ പറ്റത്തുള്ളൂ വണ്ടി എടുക്കണമെങ്കിൽ. എന്താ അവസ്ഥ നോക്കി നോക്കാം. ഡി വൈപ്പർ അവിടെ കാണുന്നുണ്ടായിരിക്കും. ആ ഡോറ് തുറന്നാലൊരു അടി നടക്കും. ഓക്കെ ഡീവിൾ സ്യൂസിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഡിക്ക് 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഓ MSS നേരിട്ടിട്ട് എന്നാൽ നേട് പൊട്ടുമോ? ഓക്കെ അവിടെ അപ്പോൾ ഡി ടീമിനവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട് ലിക്വിഡ് ടീം 3 ഇവിടെ നിന്ന് റിവൈവ് ആയി കയറേണ്ടതാണ്. സോണായിട്ടില്ല. അവർക്ക് സിമ്പിളായി കയറുന്നുള്ളൂ. അവർക്ക് വണ്ടി ഉണ്ട് ഇവിടെ. നിയോ ടീം എല്ലാം ഓടി കയറിയിട്ടുണ്ട്. KFൻ്റെ ടീം ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു.
കെ എഫിൻ്റെ ടീം നൈസായിട്ട് ഇവിടെ വിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ KWH ഒന്ന് സ്പെക്ക് ചെയ്ത് നോക്കാം. KWH വലിയ അവിടെ നോക്കറ്റ് എടുക്കുന്നത് PSYയിലെ പ്ലെയറാണ് നോക്ക് ചെയ്തിരിക്കുന്നത്. PSY സൈക്കോ കിഡാണെന്ന് തോന്നുന്നു. സൈക്കോ കിഡും LGN ഓമാണുള്ളത്. ഒരു പ്ലെയർ KWH അവർ നോക്കാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലോങ് നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലിക്വിഡ് ഇയേഴ്സോ അവിടെ ഉണ്ട്. KF ഫാൽക്കനെ നിയോ ഊപ്സ് അടിച്ചിട്ടുണ്ട്. വീണ്ടും നിയോ ടീം ഫൈറ്റ് എടുക്കുകയാണ്. KFലെ ജിവാക്സിനെ നിർത്തിയിട്ടുണ്ട്. ജിവാക്സിനെ ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. ഊപ്സിന് പകരം തിരിച്ച് പക്ഷേ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. KFലെ പ്ലെയർ ഊപ്സിന് തിരിച്ച് നോക്കൗട്ട് ആയിട്ടുണ്ട്. ചീഫിൻ്റെ ഹെൽത്ത് വളരെ ലോ ആണ്. റൗളിന് പൊക്കാൻ പറ്റും. ഊപ്സിനെ പൊക്കാൻ പറ്റണം, വലിയ സീനൊന്നും വരത്തില്ല. പക്ഷേ KFന് ഒരു പ്ലെയർ ഒരു ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ KF ഓൺലി ഡൗൺ ടു 1 പ്ലെയർ ആണ്. കമൻട്രി OP. താങ്ക് യു സോ മച്ച് ബ്രോ. ബ്ലൈൻഡ് സ്റ്റീവ് വെൽക്കം ടു സ്ട്രീം ബ്രോ. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഫൈറ്റ് വന്നിട്ടുണ്ട്. KWHൻ്റെ അവിടെ ഫൈറ്റ് വന്നിട്ടുണ്ട്. KWH അവിടെ തിരിച്ച് നമ്പർ 6 ആരെയും നോക്കൗട്ട് ആക്കില്ല. ഒരു ഫയർ എക്സ്ചേഞ്ച് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ ആരും നോക്കൊന്നും ആയിട്ടില്ല. ഓക്കെ, KWH മാഡ് മാക്സിന് അവിടെ LGN ഓം അവിടെ വെച്ചൊരു മിനി 14 വെച്ചിട്ട് അവിടെ ഒരു മിനി 14 വെച്ചിട്ട് അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. പൊളിയായിരുന്നു അത്. കറക്റ്റാ ഒരു ഹാഫ് വാളിൻ്റെ ഗ്യാപ്പിൽ കൂടെ അവന് ഹെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വീണ്ടും 2-4. അപ്പോൾ നിയോ ഓപ്സ് അവിടെ വീണ്ടും കയറി അടിച്ചു. നിയോ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നിയോ അവിടെ കയറി അടിക്കുന്നുണ്ട്. KFന് അവിടെ വൈപ്പ് തന്നിട്ടുണ്ട് നിയോ ടീം. ഊപ്സ് അൽ കിഡ്. ഊപ്സിന് ഇപ്പോൾ എത്ര കില്ല? ഊപ്സിന് ഇപ്പോൾ ഓൾറെഡി 6 കില്ലായിട്ടുണ്ട്. ഊപ്സ് ചുമ്മാ വിഷയം കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇന്ന് ബാക്കിൽ നിന്ന് ഇവിടെ നിന്ന് അടി വരുന്നുണ്ടല്ലോ. അതാരും അവർ അടിക്കുന്നത് ഇല്ല. ഇവർക്ക് ഇവിടെ നിന്ന് അടി വരാനൊന്നുമില്ല. അടി വരാനൊന്നുമില്ല. ഓക്കെ, LGN ഓമിനെ അവിടെ ഒരു M24 ഷോട്ടിൽ നോക്ക് ചെയ്തിട്ടുണ്ട്. KWHലെ പക്ഷെ വില്ലാന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, അവർ പുഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. അവരിവിടെ വണ്ടി കയറിയിട്ടുണ്ട്. അവരോട് വണ്ടി കയറി നേരെ പുഷ് ചെയ്യാൻ. കാരണം അപ്പുറത്ത് 2 പേരുണ്ടാവും എന്ന് അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് സൈക്കോ കിഡ് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. സൈക്കോ കിഡ് റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഊപ്സ് ലിറ്റ്. അവരവിടെ നിന്ന് വിട്ടു പോകുന്നു. അങ്ങോട്ട് പുഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അല്ല, അവർ വിട്ടു പോകാൻ തോന്നുന്നു. വിട്ടു പോകുന്ന സാധ്യത ഇല്ല. ചിലപ്പോൾ പുഷ് ചെയ്യാൻ തന്നെ ആയിരിക്കും. അത് അവർ പുഷ് ചെയ്യാൻ തന്നെയാണ്. അവർ പുഷ് ചെയ്യാൻ തന്നെ വിട്ടു പോകുന്ന പരിപാടിയൊന്നുമില്ല. അവർക്ക് കയറി അടിക്കുക വിഷയം. കറക്റ്റ് അഗ്രസീവ് പുഷ് വന്നിട്ട് നമുക്ക് ഇവിടേക്ക് നോക്കാം. അവരവിടെ റിജിനോട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി അവർക്ക് അറിയാം. കാരണം എത്ര സമയം ഡിലേ വന്നുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾ പൊക്കിട്ടാണെന്ന് അറിയാം. അപ്പോൾ അവർ ചെറിയൊരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ നമുക്കിവിടെ സൈക്കോക്കിൻ്റെ അവിടെ നമുക്ക് നൈസായിട്ട് റൂഫിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. ഒരു നേട് വന്നിട്ട് പക്ഷേ നേട് സൈക്കോ കിട്ടിനൊന്നും പറ്റത്തില്ല. കാരണം സൈക്കോ കിട്ട് നേരെ റൂഫിൽ കയറിയിട്ടുണ്ട്. റൂഫിൽ കയറി നമുക്ക് അവിടെ സൈക്കോ കിട്ട് നോക്കും. നമുക്ക് സൈക്കോ കിട്ട് അവിടെ ഡെഡായിനെയും വില്ലിനെയും സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ റൈറ്റ് സൈഡിൽ 2 പേരെ സൈക്കോ കിട്ട് സ്പോട്ട് ചെയ്തോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ സൈക്കോ കിട്ടിന് പണി കിട്ടും. എങ്ങാനും എണീറ്റ് നടിക്കുന്ന സമയത്ത് റൈറ്റിൽ നിന്ന് അടിയിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. നേടിയെടുത്തു. ഓക്കെ, അത് റൂമിൻ്റെ വിളിക്കാൻ നേടി. അതും മെല്ലെ പണി ഉണ്ടാക്കില്ല. അപ്പോൾ KWHകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സൈക്കോ കിറ്റ് ഇവിടെ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഡെഡായിക്ക് പണി കിട്ടുമോ? ഓക്കെ, സൈക്കോക്കിഡ് ഒരു നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുക്ക് ചെയ്തിട്ടല്ല വരുന്നത്. അത് വലിയ പണി ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഓക്കെ, അത് ഓൾമോസ്റ്റ് ക്ലോസ് നേടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ടായിരുന്നെങ്കിൽ അവിടെ KWH ഡെഡായി അവിടെ നോക്കൗട്ട് ആയേനെ. വീണ്ടും ഒരു നേടി എടുത്തിട്ടുണ്ട്. ആ നേടി ഇപ്പോൾ എടുത്തെറിയാൻ പോകുന്ന കുറച്ചും കൂടി റൈറ്റ് സൈഡിലോട്ടാണ്. നിയോ ഓപ്സ് സൈഡിൽ വീണ്ടും ലിക്വിഡ് ടീമിനെ കയറി അടിക്കുന്നുണ്ട്. നിയോ ഊപ്സിനൊന്നും മൊത്തത്തിൽ പ്രാന്തായ അവസ്ഥയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കാം. നിയോ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫൈറ്റ് നടക്കുന്നത്. നിയോ ഊപ്സ് പക്ഷേ അവന് നോക്കൗട്ട് ആയിട്ടുണ്ട്. ബാക്കിൽ കൂടെ കയറി അടിച്ചിട്ടുണ്ട്. പക്ഷേ ഊപ്സിനെ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അവരുടെ എയിം അസിസ്റ്റ് കൺഫേം ആയി പോയിട്ടുണ്ട്. ലിക്വിഡ് ഒരു പ്ലെയറെ കൺഫേം ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് മുകളിൽ എന്താണ് അവസ്ഥ നമുക്ക് നോക്കി. ലിക്വിഡ് രണ്ട് പ്ലെയർ താഴത്തേക്ക് ഇറങ്ങി പുഷ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ചീഫിൻ്റെ പരിസ്ഥിതി നോക്കാം. ഓക്കെ, അവിടെ നിയോ ടീമിനെ ലിക്വിഡ് ടീം വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർക്ക് നേരക്ക് 6 അല്ല KWH ആണ് കഴിച്ചത്. KWH അവിടെ ലിക്വിഡ് TRR നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ ടീം മാത്രമേ ലിക്വിഡിനുള്ളൂ. ഓക്കെ, സോറി, എനിക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്പെക്ക് ചെയ്ത് ആൾ മാറിപ്പോയി. പെട്ടെന്നൊരു ഫൈറ്റ് ആയിരുന്നു. തേർഡ് പാർട്ടി ആയിരുന്നു. അത് കയറി അടിച്ചിട്ടുണ്ട്. ലിക്വിഡ് ടീം അങ്ങനെ വൈപ്പായി പോയിട്ടുണ്ട്. KWH ആണ് അവരെ വൈപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ന്യൂ ടീം നന്നായി കളിച്ചു വരുന്നത്. പക്ഷേ ന്യൂ ടീം നിർഭാഗ്യവശാൽ വൈപ്പായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ളത് 7 ടീമും 21 പ്ലേയേഴ്സാണ് ബാക്കിയുള്ളത്. ടാക്ക് അവിടെ സോണിൻ്റെ സെൻറ്റർ തന്നെയുണ്ട്. ബ്ലൈൻഡ് ടീം ഓൾറെഡി സോണിൽ പിടിച്ചിട്ടുണ്ട്. KWHും അവിടെ സോണിൻ്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. സ്ലോട്ട് നമ്പർ 5 അടിക്ക് വരുന്നുണ്ട്. ഇവോൻ്റെ സ്ക്വാഡ്, നിയാസുള്ള സ്ക്വാഡ് അത് ഡ്യൂ ആണ്. അവരെ മെല്ലെ കയറി വരുന്നുണ്ട്. നിയോ കിഡ് കളിയുന്നു. പിന്നാലെ നിയോ കിഡ് കളിയായിരുന്നു. സൈക്കോ കിഡ് അവിടെ ഉണ്ട്. അപ്പോൾ 7 പ്ലേയേഴ്സും 7 ടീം 21 പ്ലേയേഴ്സാണ് അലൈവ് ഉള്ളത്.
ഞാൻ ഒറ്റ സെക്കൻഡ് ഇപ്പോൾ വരാം, ഒറ്റ മിനിറ്റ്. സോ സോറി ഫോർ ദാറ്റ്. ഞാൻ പെട്ടെന്ന് വരാം, ഒറ്റ സെക്കൻഡ്. ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ബ്ലൈൻഡ് മുസ്സിനവിടെ RIP വൈപ്പർ കയറി അടിക്കുന്നുണ്ട്. ബ്ലൈൻഡ് മുസ് അവിടെ നോക്കാണ്. ബാബ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ നിയാസോപ്പി ബാക്കിൽ നിന്ന് RIP വൈപ്പർ അടിച്ചിട്ടുണ്ട്. മുസ്സിനോട് സിമ്പിളായിട്ട് റിവൈവ് കിട്ടേണ്ടതാണ്. നിയാസ് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് അടിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. നിയാസ് ഇവിടെ നിന്ന് ലോങ്ങിൽ നിന്ന് M4 വെച്ചിട്ടാണ് അടിച്ചിട്ടിരിക്കുന്നത് വൈപ്പറിനോട് നോക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഫേസിൻ്റെ അവിടെ സ്മോക്കിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. സ്മോക്കി സാൻഡി മാത്രമേ ഉള്ളൂ. സാൻഡിനെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്, സാൻഡിനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, സാൻഡിയുടെ കലിസ്റ്റോ ആണ് ലോങ്ങിൽ നിന്ന് ഫിനിഷ് ആയിരിക്കുന്നത്. അപ്പോൾ കലിസ്റ്റോൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കുകയാണെങ്കിൽ കലിസ്റ്റോ, മുസ്, ബാബ ഉള്ള ബ്ലൈൻഡ് ടീം അവിടെ ബാക്കിയുണ്ട്. അവർക്ക് 6 കില്ലായിരുന്നു ടോട്ടൽ. സൈക്കോ കിഡ് മെല്ലെ സോണോട്ട് വരുന്നുണ്ട്. സൈക്കോ കിഡ് 2 പേരാണ്. 2 പേര് അവർ മെല്ലെ സോണോട്ട് വരുന്നുണ്ട്. അവർ ടാക് ടീമിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ടാക് ടീം ഓക്കെ. INF ഏജൻറ്റ് 47 നൈസായിട്ട് LGN ഓമിനൊരു എന്തായിരുന്നു M24 ഷോട്ടായിരുന്നു. M24 ഷോട്ടിൽ M24 കറണ്ട് ആയിരുന്നില്ല, ഒരു സ്നൈപ്പർ ഷോട്ടിൽ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ INF ടീം ഇപ്പോൾ സോണിൻ്റെ പുറത്താണ്. ഇവിടെ ഇപ്പോൾ നമ്പർ 6ഉം നമ്പർ 10 ജോലി കഴിഞ്ഞിപ്പോൾ എത്തിയുള്ളൂ അല്ലയോ? ഇല്ല ബ്രോ, ഇന്നിപ്പോൾ ജോലിയില്ല, ശനിയാഴ്ച അല്ലേ. ശനിയാഴ്ച നമുക്ക് ജോലി ഇല്ലല്ലോ. അതല്ല ഞാൻ ഈ റൂം ചെയ്യാൻ നമുക്ക് സെറ്റാന്ന് പറഞ്ഞത്. ടാക്ക് സൈക്കിൾ 2 പേരെ കയറുള്ളൂ, ഡ്യൂഡും സോംബിയും. പക്ഷെ അവരാദ്യം തന്നെ തീർന്നു. ടാക്ക് ഇവിടെ കറക്റ്റ് നൈസായിട്ട് സെൻട്രൽ ഒരു വെയർ ഹൗസ് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം 2 ആംഗിൾ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ എന്നാൽ 2 ആംഗിളും അവർക്ക് സെറ്റ് കറക്റ്റ് 2 ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അവർക്ക് അതിൻ്റെ ഒരു സ്ലാമിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുഷ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂപ്പർ ഓക്കെ. വിച്ച് ഗെയിമിംഗ് സൈക്രോണോസ് ഓക്കെ. അവിടെ ബ്ലൈൻഡ് ടീമാണ് കയറി വന്നിരിക്കുന്നത്. ബാബ കയറി വന്നിരിക്കുന്നത്. ഒരു നേട് എടുത്തിട്ടുണ്ട്. കൂപ്പർ നേടിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല. ഒരാളതിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, KW വൈപ്പർ അവിടെ നിന്ന് മെല്ലെ ക്ലൈലിസ്റ്റോനെ അടിച്ച് നോക്കോട്ടാക്കിയിട്ട് ബാബ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ബാബ അവിടെ 2 പേരെ ഇടയ്ക്കാണ് കയറി നിൽക്കുന്നത്. ബാബ അവിടെ നോക്കൗട്ടായിട്ടുണ്ട്. മുസ്സാണ് അവിടെ നിൽക്കുന്നത്. മുസ്സിന് ബാക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട്. മുസ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം. മുസ്സോടെ കലിസ്റ്റോനെ ബാബനെ തീർത്തിട്ടുണ്ട്. മുസ്സാണുള്ളത്. മുസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം. മുസ്സിനെ അവിടെ അങ്ങനെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്ലൈൻഡ് ടീമിന് ടാക് ടീം അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് 5 ടീമും 15 പ്ലേയേഴ്സാണ് അവിടെ ബാക്കിയുള്ളത്. ടാക് ടീം അവിടെ കട്ടയ്ക്ക് സെൻറ്റർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. KWH ടീമിൻ്റെ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. പറ്റില്ല. ഓ, KWHന് അവിടെ അടി വന്നിരിക്കുന്നത് ടീം 6 ആണ്. ഇതുവരെ തീർന്നില്ല. ഇവർ കുറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. KWH വേഴ്സസ് നമ്പർ 6 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. LGN ഓം അവിടെ സൈക്കോ കിറ്റുള്ള നമ്പർ 6ഉം KWH വില്ലി ഡെഡായി നെക്സസ്. ഒപ്പം തന്നെ മാഡ് മാക്സ് ഉള്ള KWH ടീമാണ് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ KWHന് ഇപ്പോൾ ചിലപ്പോൾ റൈറ്റിൽ നിന്ന് കിട്ടുന്ന സാധ്യത കൂടുതലാണ്. നിയാസിൻ്റെ ടീം അവിടെ മെല്ലെ സോണോട്ട് കയറിക്കൊണ്ട് അവർ സോണിൻ്റെ എഡ്ജ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇനി സോൺ എങ്ങനെ അപ്പുറത്തേക്കാൻ വരുന്നെങ്കിൽ KWHനെയും നമ്പർ 6 ടീമിനെയും കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ. അവർക്ക് ചെറിയൊരു ടാസ്ക് ആയിരിക്കും. അവരിൽ വണ്ടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. താഴത്തൊരു ബഗ്ഗി ഉണ്ട്. ബഗ്ഗി എടുക്കാൻ വേണമെങ്കിൽ പറ്റും. സ്മോക്ക് ഉണ്ടെങ്കിൽ പറ്റും. കാരണം പക്ഷേ നിർഭാഗ്യവശാൽ അവരിൽ സ്മോക്ക് ഒന്നും തന്നെ ഇല്ല. നിയാസിൻ്റെ സ്മോക്കൊന്നുമില്ല. ഏതെങ്കിലും ഫോഴ്സിൻ്റെ സ്മോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. കമൻട്രി എന്ത് എനർജി അറിയോ? എനർജി ഇല്ലേ? അയ്യോ. അപ്പോൾ ടാക്ക് KW LGN KWH ഇവോ 5 പേരാണ് ലാസ്റ്റ് സോണിൽ നിൽക്കുന്നത്. ലാസ്റ്റ് സോൺ എങ്ങോട്ടാവും നമുക്ക് കുറച്ച് നേരം മാപ്പ് നോക്കി. മാപ്പാണ് ഇതിലിപ്പോൾ ഇപ്പോഴത്തെ MVP. കാരണം വെച്ചാൽ മാപ്പ് തീരുമാനിക്കും ആര് ജയിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ. ഓക്കെ, മാപ്പാണെങ്കിൽ മാപ്പാണെങ്കിൽ ഏകദേശം എല്ലാ ടീമിനും ഫേവർ ചെയ്തിട്ടാണ്. നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് മാപ്പ് വന്നിരിക്കുന്നത്, ഇപ്പോഴത്തെ സോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 19 ടീം നമ്പർ 19 KW ടീമിന് മെല്ലെ നൈസായിട്ട് സോണിൽ കയറണം. നല്ല അടി കൊടുക്കുന്നുണ്ട്. സൈക്കോ കിഡ് ഇവിടെ നൈസായിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. സൈക്കോ കിഡിൻ്റെ അതിൽ ഓക്കെ. KW സ്ട്രേഞ്ചിനെ അവിടെ ടാക്ക് കൂപ്പർ നോക്കുന്നുണ്ട്. ഷോൺ അവിടെ നോക്കാക്കുന്നത്. ഷോൺ ടാക്ക് ബാറ്റർ നോക്കായിട്ടുണ്ട്.
ഷോൺ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. ഷോൺ അവിടെ കെമിസ്ട്രീനെ നോക്കാറുണ്ട്. കെമ്മല്ല, ഗ്യാസ്ലീനെ നോക്കാക്കിയിട്ടുണ്ട്. ഗ്യാസ്ലിയാണ്. വൈപ്പർ അവിടെ ഹെൽത്ത് എടുത്തിട്ടുണ്ട്. വൈപ്പർ അവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആരും കയറി വരണ്ട, മുത്തേ പണി വരുന്നുള്ളത് പറഞ്ഞിട്ടാണ്. ഓക്കെ, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആശാനെ നൈസായിട്ട് വിട്ട് ഹീൽ ചെയ്തോ, ഒന്നും പേടിക്കണ്ട, നമ്മൾ സെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ KW ടീം നൈസായി തേർഡ് പാർട്ടി അടിക്കുന്നുണ്ട്. അവിടെ KW വൈപ്പറിൻ്റെ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. KW വൈപ്പർ അവിടെ നൈസായിട്ട് സ്മോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊക്കാൻ വേണ്ടി. പക്ഷേ പൊക്കാൻ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നല്ല ഷാജേട്ടാ. ഓക്കെ, ബാറ്ററിനെ തിരിച്ച് നോക്കോട്ടാക്കിയിട്ട് KW വൈപ്പർ അവിടെ നൈസായിട്ട് ഇടുന്നിട്ടുണ്ട്. ഈ ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് മറ്റേ ഫൈറ്റ് എനിക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, എന്താ അവസ്ഥ എന്നറിയില്ല. ഓക്കെ, ഗ്യാസ് തീരോട്ടൊക്കെ കയറി പോകുന്ന ഗ്യാസ്ലി അരുത് ഇല്ല, തീരോട്ട് എത്തിയില്ല. ഓക്കെ, വൈപ്പർ തീ കൂടെ കയറി പോയിട്ടുണ്ട്. വൈപ്പർ അവിടെ ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടാക് ടീം ഇവിടെ കയറുന്ന ടാക്ടിക്കലായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നൈസായിട്ട് ഈ വെയർഹൗസും പിടിച്ച് അവരവിടെ നിന്ന് കയറി വന്ന ടീമിനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇപ്പോഴത്തേക്ക് എന്താ അവസ്ഥ നോക്കിയാൽ സൈക്കോക്കിനോട് നോക്കട്ടെ. സൈക്കോട് നമ്മൾ അടിതൊരു തീർന്നിട്ടില്ല. എൻ്റെ പൊന്നെ, ഇവരെവിടെ പോയി ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ചേട്ടാ, ഇവ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് അടിച്ചുകൂടായിരുന്നു. ഇവർ നമ്മുടെ ആ ഒരു വൈരാഗ്യം ഇതുവരെ തീർന്നിട്ടില്ല. കേരളത്തിൽ ആരും ഒരു നോക്കൗട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, തിരിച്ച് നോക്കൗട്ട് ആക്കുന്നത്. അപ്പോൾ ആ വൈരാഗ്യം ഇവർ ഇപ്പോൾ തീർത്ത് ഇപ്പോഴും വീണ്ടും തിരിച്ച് അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയാസ് അവിടെ കിടന്ന് ഡെഡായിട്ട് നോക്കൗട്ട് ആക്കിയിട്ട് നിയാസിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കി നോക്കാം. പറയാനുണ്ടോ? എന്ത് തോന്നി? ആദ്യം വർത്താനം വേണ്ട. അപ്പോൾ ഇവിടെ നിയാസ് അവിടെ കിടന്നിട്ട് കേരളത്തിൽ ഡെഡായി നോക്കണ്ട. കേരളത്തിൽ ഡെഡായിനെ പൊക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വലിയ സ്ട്രീമറായി മാറട്ടെ. എൻ്റെ പൊന്നെ മോനെ, നമ്മൾ അത്രയ്ക്കൊന്നുമില്ല. ഓക്കെ, ഡെഡായിനെ പൊക്കാൻ പറ്റില്ല. ഡെഡായി പ്ലേസ് കൊണ്ട് കിടന്ന സീനുണ്ട്. നെക്സസിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നെക്സസ് ഇവിടെ കിടന്നിട്ട് ഫുൾ ടാക്ടിക്കൽ ഗെയിംസ് പിന്നല്ല. അപ്പോൾ അവിടെ കിടന്ന് നെക്സസ് അവിടെ ഹെൽത്ത് എടുത്തിട്ടുണ്ട്. നെക്സസിന് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ സോണിൽ ആർക്കൊക്കെ കയറണ്ടേ ആവോ? 6ൻ്റെ അവസ്ഥ എന്താ? 6ന് ഇവിടെ നിന്ന് 6ന് സോണുണ്ട്, 24ന് സോണുണ്ട്, 10ന് സോണുണ്ട്, 11ന് സോണുണ്ട്. അപ്പോൾ ലാസ്റ്റ് സോണിൽ ഇവിടെ 4 ടീമാണുള്ളത്, 10 പ്ലേയേഴ്സാണുള്ളത്. അവിടെ ഷോൺ അവിടെ വീണിട്ടുണ്ട്. ഷോൺ അവിടെ ഇറങ്ങി വന്നു. ഷോൺ അവിടെ അടിച്ച് നിലത്തിട്ടുണ്ട്. ഷോണിനെ പൊക്കാൻ ബാറ്ററി സ്നേഹമുണ്ടോ കുട്ടാ? എൻ്റെ കൂട്ടുകാരനെ പൊക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാറ്ററി ഇറങ്ങി വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ വിളിച്ച് സമ്മതിക്കില്ലത്തില്ല. അങ്ങനെ നിങ്ങളിപ്പോൾ ആളെ പൊക്കി എടുക്കണ്ട. ഷോൺ അങ്ങോട്ട് തിരിച്ചു തന്നെ പോയിട്ടുണ്ട്. എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കൊന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് ഷോൺ അങ്ങോട്ട് തന്നെ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു നേഡ് വന്നിട്ടുണ്ട് അങ്ങോട്ട്. വില്ല് മിക്കവാറും നേഡിൽ ഓക്കെ കൂപ്പർ നെക്സസ് നോക്കിയിട്ടുണ്ട്. വില്ലിക്ക് ലോ ആണ് ഹെൽത്ത്, അത്രയ്ക്കൊന്നും ലോ അല്ല കേട്ടോ. ഒരു ആകസ്മിക പോയി പറഞ്ഞാൽ അത്ര ലോ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വില്ല് നൈസായിട്ട് ഇറങ്ങി വന്നിട്ട് പൊക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂപ്പർ ഇറങ്ങി വന്ന് ഷോണിനെയും പൊക്കേണ്ടതാണ്. ഓക്കെ, കൂപ്പറിന് അടിവരുണ്ട്. കൂപ്പറിന് മാഡമാക്സ് അടിച്ച് കട്ട ലോ ഹെൽത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് ബാറ്ററിയുടെ ഇത് വന്നിട്ടുണ്ട്, കവർ ഫെയർ വന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് സൈക്കോ കിഡ് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. സൈക്കോ കിഡ് അവിടെ നിന്ന് നമ്മുടെ നൈസായിട്ട് അടിക്കുന്നത്. സൈക്കോ കിഡ് അവിടെ നോക്കാന്ന് ദൈവമേ. സൈക്കോ കിഡിന് എൽജിനോമ് നോക്കാം. അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു അടി വരുന്ന പേടിക്കേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് ടാക്ക് വേഴ്സസ് KW തന്നെയാണ്. കൂപ്പർ അവിടെ കിടന്നിട്ട് ഷോണിനെ ഒരു നേരിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് മാഡമാക്സ്. അപ്പോൾ KW പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KWൻ്റെ മാഡമാക്സിൻ്റെ വ്യൂ നമുക്ക് നോക്കിയാൽ KW മാഡമാക്സ് അവിടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കറിയാം സാത്താൻ്റെ വിഷയം. അയ്യോ എൻ്റെ പൊന്നെ, ഒരാളടിക്ക് എല്ലാവരും കൂടി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മാഡമാക്സ് അവിടെ കൂപ്പർ നോക്കട്ടെ. ബാറ്ററി മാത്രമല്ല, ബാറ്ററി ആണെങ്കിൽ അങ്ങ് വെയർഹൗസിനുള്ളതാണ്. ഒരു നേടിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ബാറ്ററി ഓടിപ്പോയിട്ടുണ്ട്. ബാറ്ററി വേണമെങ്കിൽ എൻ്റെ വെയർഹൗസ് വന്ന് അടിക്കുന്നതാണ് ബാറ്ററി പറയുന്നത്. പുറത്തേക്ക് ഞാൻ ഇറങ്ങത്തില്ല, വേണമെങ്കിൽ വന്ന് ഉള്ളിൽ കയറി അടിച്ചു വന്നാണ് ഇവിടെ ബാറ്ററി കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും KW ആ ഒരു ചലഞ്ച് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. KW കയറി പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നെക്സസ് അവിടെ കയറി പോകുന്നു. നെക്സസ് കയറി ചെന്നു. ബാറ്ററിയുടെ നെക്സസ് കയറി ചെന്നു. നെക്സസിനെ നോക്കൗട്ടാക്കി ബാറ്ററി. ആ വില്ലിനെ നോക്കട്ടാക്കി. ബാറ്ററി വിഷയം. ബാറ്ററിനെ അവിടെ പക്ഷേ ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. KW മാഡമാക്സ് ഫിനിഷ് കളഞ്ഞിട്ടുണ്ട്. വില്ലി ഉള്ളിലോട്ട് കയറുമോ, വില്ലിനെ പുറത്ത് പോയി റിവൈവ് ചെയ്യണം, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എന്തായാലും മാഡമാക്സ് അവിടെ നൈസായിട്ട് നെക്സസിനെ റിവൈവ് ചെയ്യുന്നുണ്ട്. വില്ലി അവിടെ നോക്കട്ടെ കിടക്കാൻ. വില്ലി നൈസായിട്ട് ആ പാത്രത്തിന് പുറത്തൊക്കെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വില്ലിക്ക് വലിയ സീനൊന്നും വരുന്നതല്ല. അവിടെ വീണ്ടും എലിജൻ്റെ ഒരു പ്ലെയർ നോക്കാന്ന്. നിയാസും ടീമും നമ്മൾ നൈസായിട്ട് സ്മോക്ക് ബോളൊക്കെ ഇട്ട് നൈസായിട്ട് കയറി വരുന്നുണ്ട്. 6-നാണ് സോണെന്ന് തോന്നുന്നു. 6-ന് 24 സോണ്. നിയാസിൻ്റെ ടീം സോൺ ഔട്ടാണ്. സൈക്കോ കിഡിൻ്റെ അവസ്ഥ നോക്കിയത്. സൈക്കോ കിഡ് ഇത്ര നല്ല അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൈക്കോ കിഡിന് അവിടെ ഇപ്പോൾ ഒരു ആംഗിൾ കിട്ടുന്നില്ല. സൈക്കോ കിഡ് പുറത്ത് വെക്കാൻ ബാറ്ററി നൈസ് കളിയായിരുന്നു. ബാറ്ററി വിഷയം കളിയായിരുന്നു. ആ സ്മോക്ക് ബോളിലോട്ട് സൈക്കോ കിഡ് നൈസ്. ആ നേഡ് വന്നു. നേഡിൽ ഇപ്പോൾ സൈക്കോ കിഡ് മിക്കവാറും നോക്കൗട്ട് ആവും. ഇല്ല, എൽജിന് നോക്കൗട്ട് ആയില്ല. കുറച്ചുകൂടി കുക്ക് ചെയ്തിരുന്നെങ്കിൽ നൈസ് നോക്കൗട്ട് ആക്കായിരുന്നു. താഴ്ത്തി കയറി വരുന്നുണ്ട്. സൈക്കോ കിഡിനെ അവിടെ നിയാസ് അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, LGNനെ അവിടെ അപ്പോൾ INF ഏജൻറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ KW വേഴ്സസ് ഇവോ നിയാസ് വേഴ്സസ് INF ആണ്.
നെക്സസ് അവിടെ നോക്കായിട്ടുണ്ട് 2v2 സിറ്റുവേഷൻ ആണ്. വില്ലി അവിടെ നോക്കാനായിട്ട് 1v2 ആണ്. നമുക്ക് മാഡ്മാക്സ് ചെയ്യാൻ വേണ്ടി നോക്കി. മാഡ്മാക്സ് നൈസായിട്ട് ഓടി കവർ കയറിയിട്ടുണ്ട്. മാഡ്മാക്സ് 1v2 ആണ്. മാഡ്മാക്സ് വേഴ്സസ് ഓക്കെ. മാഡ്മാക്സ് കയറി ചെന്ന് അവിടെ INFനെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. INF ഏജന്റ് ഫോഴ്സിനെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഹെൽത്ത് നല്ല ലോ ആണ്. ഒക്കെ മാഡ്മാക്സ് അവിടെ നിയാസ് അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം നിയാസ് INF ഏജന്റ് 47 ഉള്ള ഇവോ ടീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവോ INF ടീം എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഡ്യുവോ വേഴ്സസ് സ്ക്വാഡ് കളിച്ചിട്ട് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിട്ടുണ്ട്. 6-3-9 കില്ല്. പൊളി ഒന്നും പറയാനില്ല. പൊളി കളിയായിരുന്നു. KWS ജസ്റ്റ് അവിടെ നിന്ന് ഓപ്പൺ ഓടി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ KWS ആ ടൈമിംഗ് ഒന്ന് തെറ്റിപ്പോയി. ഒന്ന് സ്മോക്ക് ഇട്ട് മെല്ലെ കയറി വന്നാൽ മതി. പക്ഷേ KWS നൈസ് കളിയൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നത്. 2-1-3-2 5 കിൽസാണ് KWSനുള്ളത്. നിയാസിൻ്റെ ടീമിന് 6-3-9 കിൽസ്. നിയാസ് 6 കിൽസ് ആയിട്ടുണ്ട്. PSY ആണ് തേർഡ് വന്നിരിക്കുന്നത്. ഷോൺ മാത്യു വെൽക്കം ടു സ്ട്രീം ബ്രോ. പൊളി കളിയായിരുന്നു. ടാക് ടീം അവിടെ ആ ഒരു വെയർ ഹൗസ് ഹോൾഡ് ചെയ്ത് കിഡുമായിട്ട് ഹോൾഡ് ചെയ്തു. നൈസ് കളിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ നൈസ് കളിയായിരുന്നു. ടാക് ടീമിനോട് മൊത്തം 6 കില്ലാണുള്ളത്. KW ടീമിന് 1 കില്ലാണുള്ളത്. ബ്ലൈൻഡിൻ്റെ ഒരു സ്ക്വാഡിൻ്റെ ഇവിടെ 3-1-4-2 6 കില്ലാണുള്ളത്. അവർ 6ാമതാണ് വന്നിരിക്കുന്നത്. സ്മോക്കി സ്ക്വാഡ് 7ാമത് വന്നിട്ടുണ്ട്. ലിക്വിഡിൻ്റെ സ്ക്വാഡാണ് 8ാമത് വന്നിരിക്കുന്നത്. നിയോൻ്റെ സ്ക്വാഡ് നൈസായി കളിച്ചു. ഊപ്സ് 6-3-9 കില്ല്. പൊളി കളിയായിരുന്നു. അവർക്ക് 9 കില്ലാണുള്ളത്. ഇനി നമുക്ക് നോക്കി നോക്കാം. KFൻ്റെ സ്ക്വാഡിന് കില്ലൊന്നുമില്ല. ലിക്വിഡിൻ്റെ സ്ക്വാഡിന് കില്ലൊന്നുമില്ല. ഡിൻ്റെ സ്ക്വാഡിന് 1 കില്ലുണ്ട്. ബ്രൂട്ടലിൻ്റെ സ്ക്വാഡിന് 3-3-6-4 10 കില്ലുണ്ട്. ബ്രൂട്ടൽ ടീം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് ഫൈനൽ സർക്കിളിൽ എത്താൻ പറ്റിയില്ല. മിസ്റ്ററിൻ്റെ സ്ക്വാഡിന് ഇവിടെ സ്കില്ലൊന്നുമില്ല. പിന്നെ നമുക്ക് വരുന്ന FFF റാംബോൻ്റെ സ്ക്വാഡിന് അവർക്കും കില്ലൊന്നുമില്ല. എക്സ്പെയിൻ്റെ സ്ക്വാഡ് ബ്ലൈൻഡ് സ്ക്വാഡിന് 4 കില്ലാണുള്ളത്. DFS ഹോക്ക് GN റീക്കോ ലിറോസ് അസ്രയേൽ ഉള്ള അവരുടെ സ്ക്വാഡിന് 1 കില്ലാണുള്ളത്. വോൾ ട്രാക്കിക്ക് 2 കില്ല്. AEയുടെ സ്ക്വാഡ് 1 കില്ല്. ബ്ലൈൻഡിൻ്റെ ഒരു സ്ക്വാഡ് കില്ലൊന്നുമില്ല. അവർ 20ാമതാണ്. അതേമാതിരി സൈക്കിളിൻ്റെ സ്ക്വാഡ് 21ാമത്. സോ ഇന്നത്തെ MVP എന്ന് പറയുന്നത് ഇവോ നിയാസും നിയോ ഊപ്സും ആയിരിക്കും. 2 പേർക്ക് 6 കില്ല് വെച്ചിട്ടാണത്. പക്ഷേ ഏറ്റവും കൂടുതൽ ടീം കിൽസ് വരുന്ന ടീമായിരുന്നു ബ്രൂട്ടിലാണ്. 10 ടീം കിൽസാണ് അവർക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇന്നത്തെ റൂം ഇവിടെ അവസാനിക്കണം. ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ഗ്രൂപ്പിൽ ഇടേണ്ട ആവശ്യമായതുകൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും സ്ട്രീമുണ്ട്. എല്ലാവരും സ്ട്രീമിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പുതിയ ചാനലാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ ആക്റ്റീവ് ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. സൈക്കിൾ ലാസ്റ്റാണ് ബ്രോ. ചോദിച്ചോ പിള്ളേരെന്നെ അതാരാ അവരെ സൈക്കിൾ പിന്നെ പിള്ളേരൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കിടന്ന് കരയായിരുന്നു ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നത്തെ സ്ട്രീം ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കും. നാളെ രാവിലെ ഞാൻ പറ്റുവാണെങ്കിൽ സാധാ കസ്റ്റം റൂംസ് അല്ല ക്ലാസിക് മാച്ചസ് സ്ട്രീം ചെയ്തിട്ട് വരാമെന്നാണ്. ഇപ്പോൾ ഫോണൊക്കെ ആകെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നത്തെ സ്ട്രീം ഇവിടെ അവസാനിപ്പിക്കുന്നു. ടാക് റൂമിൻ്റെ 2ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെ ടാക് റൂം ഇതേ സമയത്ത് 10:45 ID പാസ്വേർഡും 11 മണിക്ക് റൂം സ്റ്റാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ആ സമയത്തോടെ ഉണ്ടായിരിക്കണം. ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. റൂമും കയറി കളിക്കണം. എനിക്ക് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. റൂമിന് ഫുൾ സപ്പോർട്ട് കൊടുക്കണം. ടാക്കിന് തിരിച്ചുവരവാണ്. മാക്സിമം സപ്പോർട്ട് എല്ലാവരും കൊടുക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നാളെ കാണാം. ബൈ.